പി ചന്ദ്രശേഖരൻ കൊലക്കേസ് പ്രതി കൊടിസുനിയുടെ പരോൾ റദ്ദാക്കിയിട്ടുണ്ട്. വയനാട് മീനങ്ങാടി സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന പരോൾ വ്യവസ്ഥ ലംഘിച്ചതിനെ തുടർന്നാണ് ഈ നടപടി. മീനങ്ങാടി സിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ജൂലൈ 21-നാണ് കൊടിസുനിക്ക് 15 ദിവസത്തെ അടിയന്തര പരോൾ അനുവദിച്ചത്. ഇന്നലെ രാത്രി വീണ്ടും കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇയാളെ എത്തിക്കുകയും ചെയ്തു. നിഖിലാണ് വിവരങ്ങളുമായി ചേർന്നത്. നിഖിലെ, ഇടയ്ക്കിടയ്ക്ക് ഈ പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രത്യേകിച്ച് കൊടിസുനി ഇടയ്ക്കിടയ്ക്ക് ഫ്രെയിമിൽ വരാറുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ജയിലിലെ ഫോൺ ഉപയോഗം മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസമാണെന്ന് തോന്നുന്നു ഇയാളെ മദ്യം കുടിക്കാൻ അനുവദിച്ചതിന്റെ പേരിൽ 2-3 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ലഭിച്ചതും ഇപ്പോൾ പരോളും കൂടി റദ്ദാക്കിയിരിക്കുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ്? ജൂലൈ 21-ാം തീയതിയാണ് പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതിയായ കൊടിസുനിക്ക് പരോൾ അനുവദിക്കുന്നത്. അടിയന്തര പരോളാണ് അനുവദിച്ചത്. ഏത് സാഹചര്യത്തിലാണ് പരോൾ അനുവദിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ഈ പരോൾ അനുവദിക്കുന്ന സമയത്തുള്ള ഒരു പ്രധാനപ്പെട്ട വ്യവസ്ഥ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളതായിരുന്നു. സുനിയോട് ഏത് പോലീസ് സ്റ്റേഷനിലാണ് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുക എന്ന് അന്വേഷിച്ച സമയത്ത് താൻ ഇപ്പോൾ വയനാട് ജില്ലയിലെ മീനങ്ങാടിയിലാണ് താമസമെന്നും അതുകൊണ്ട് അവിടെ റിപ്പോർട്ട് ചെയ്യാമെന്നും പറയുന്നു. അങ്ങനെ മീനങ്ങാടി SHOയ്ക്ക് മുന്നിൽ ഹാജരാകണം, റിപ്പോർട്ട് ചെയ്യണം എന്ന വ്യവസ്ഥയിലാണ് കൊടിസുനിക്ക് പരോൾ അനുവദിക്കുന്നത്. ഈ പരോൾ ലഭിച്ച ഉടൻ തന്നെ കൊടിസുനി പക്ഷേ കർണാടകയിലേക്ക് പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരോൾ ലഭിച്ച് കഴിഞ്ഞ് 10 ദിവസമായിട്ടും ഈ SHOയ്ക്ക് മുന്നിൽ മീനങ്ങാടി CIക്ക് മുന്നിൽ ഹാജരാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇതോടുകൂടിയാണ് CI ഇത്തരത്തിലൊരു റിപ്പോർട്ട് സമർപ്പിച്ചത്, തന്റെ മുന്നിൽ ഹാജരായില്ല എന്ന് കാണിച്ച്. ഇതോടുകൂടി പരോൾ റദ്ദാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഈ തീരുമാനപ്രകാരം ഇന്നലെ രാത്രിയോടുകൂടി തന്നെ കൊടിസുനിയെ വീണ്ടും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഏതായാലും സേതു പറഞ്ഞതുപോലെ നിരന്തരം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതിയായ കൊടിസുനിയുടേത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത വന്നത്. കൊടിസുനിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തലശ്ശേരി കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത് വഴി ഈ കോടതി നടപടികൾക്കായി കൊണ്ടുപോയതിനിടെ തന്നെ മദ്യപിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്ത 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തതായി ഇന്നലെയാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഉത്തരവിറക്കിയത്. ഒരു മാസം മുൻപാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നത്. മാത്രമല്ല ഈ ജയിലിൽ ഇരുന്ന് ഫോൺ വിളിക്കുന്നതും സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ വധക്കേസ് പ്രതികൾ പ്രത്യേകിച്ച് കൊടിസുനിക്കൊക്കെ എന്തുമാത്രം ആനുകൂല്യങ്ങളൊക്കെയാണ് ജയിലിൽ നിന്ന് കിട്ടുന്നത്. മദ്യം കുടിക്കാൻ വരെ പോലീസുകാർ അവസരം കൊടുക്കുകയാണ്. അതും ഹോട്ടലിൽ പോയി മദ്യം കുടിക്കാനായി പോലീസുകാർക്ക് കാവൽ നിന്ന് എന്തൊരു ലെവലാണ് കൊടിസുനിയുടെയൊക്കെ.